ഇപ്പോ അത്ഭുത ദ്വീപിലൂടെയാണ് തുടങ്ങിയത് അല്ലെ. ഇപ്പോ ഈ അടുത്ത വാർത്ത ഉണ്ടായിരുന്നു, അത്ഭുത ദ്വീപ് 2 വിനയൻ സാർ വീണ്ടും ചെയ്യുന്നു. അത് ഉണ്ണിമൂന്തൻ അഭിനയിക്കുന്നു, മാളികപ്പുറത്തിന്റെ റൈറ്റർ അഭിലാഷ് പിള്ള ചെയ്യുന്നു. അതിനെ കുറിച്ച് ശ്രദ്ധിച്ചിരുന്നോ വാർത്തകളൊക്കെ? സാറുമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോ ഉടനെ ഉണ്ടാവും. വലിയൊരു സിനിമയായിട്ട് വരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, 20 വർഷങ്ങൾക്ക് മുമ്പ് ടെക്നോളജി എവിടെ നിന്നിരുന്നു, അന്ന് അത്രയും മനോഹരമായ ഒരു സിനിമ സാർ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 20 വർഷങ്ങൾക്കിപ്പുറം ടെക്നോളജിയുടെ വലിയ വളർച്ചയും അതിൻ്റെ മറ്റ് വശങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിലും ആയിരക്കണക്കിന് മടങ്ങ് വലിയൊരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്തരം ഒരു സിനിമ ഉണ്ടാകാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം ആ പഴയ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു നല്ല സിനിമ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ് പറയാൻ കഴിയുന്നത്. പിന്നെ കൂടാതെ ഒരു കാര്യം, അഭിലാഷ് പിള്ളയെ പോലുള്ള വലിയൊരു റൈറ്റർ കൂടി വന്നു ചേരുമ്പോൾ അത് പിന്നെ പറയേണ്ടി വരില്ല. കാരണം അത്തരം ഒരു നല്ല അനുഭവങ്ങളായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ. പിന്നെ എനിക്കൊരു പ്രത്യേകമായ ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ അനുഭവങ്ങളെ തുറന്നു കാണിക്കാൻ പലർക്കും ഒരു മടിയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉയരം കുറവ് എന്ന് പറയുന്നത് ഒരു വൈകല്യം ആയിട്ടൊന്നും ഞങ്ങൾ കരുതുന്നില്ല. മറ്റ് സാധാരണക്കാരായ ആളുകളെ പോലെ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുവാൻ കഴിയുന്ന ആളുകളാണ് ഞങ്ങൾ എന്ന് പലരും തെളിയിച്ചു കഴിഞ്ഞതാണ്. എന്നിട്ടും സമൂഹത്തിന്റെ ചില നോട്ടങ്ങളിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് വിനയൻ സാറിനെ പോലുള്ള വലിയ ഡയറക്ടേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് സിനിമകൾ ലോകത്തിനും അല്ലെ മറ്റ് ജനങ്ങളുടെ മനസ്സിലേക്കും സമ്മാനിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.